الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ ഈ സമയത്ത് പരമാവധി ഭക്തി പുലർത്തി വിശ്വാസം നിലനിർത്തി ജീവിക്കുവാൻ ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ അവസാനത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ കൂടുതൽ സൽക്കർമ്മങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. നമസ്കാരവും ഖുർആൻ പാരായണവും ചില ആളുകളെങ്കിലും ഉംറയും ഒക്കെയായി ഈ സമയത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. ഇങ്ങനെയുള്ള ആരാധനകളുടെ കൂട്ടത്തിൽ പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് സക്കാത്ത്. നമസ്കാരത്തെ പോലെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമസ്കാരവും മറ്റു ആരാധനകളും ഒക്കെ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ് എങ്കിൽ സക്കാത്ത് അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം തന്റെ സഹജീവികളുമായുള്ള ബന്ധം സ്ഥാപിക്കൽ കൂടി കൂട്ടത്തിൽ നടക്കുന്നുള്ളതാണ്. പടച്ചവനോടുള്ള ബന്ധത്തോടൊപ്പം തന്നെ കൂടെയുള്ളവരിലേക്ക് കൂടി ആ ബന്ധം നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ സക്കാത്ത് വ്യക്തിപരമാണ്, അതോടൊപ്പം അതിന് സാമൂഹികമായ പ്രാധാന്യവും ഉണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ 32 സ്ഥലത്ത് സക്കാത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതിൽ 28 സ്ഥലത്തും നമസ്കാരത്തോടൊപ്പമാണ് പറഞ്ഞത്. യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത അഖീമുസ് സ്വലാത്ത വആതുസ് സക്കാത്ത. ഇങ്ങനെ നമസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, നമസ്കാരം കൃത്യമായി ചെയ്യൂ, സക്കാത്ത് കൊടുക്കൂ എന്നിങ്ങനെ കൃത്യമായി രണ്ടും കൂടി കൂട്ടി പറഞ്ഞതായി കാണാൻ സാധിക്കും. നമസ്കാരവും അതോടൊപ്പം തന്നെ സക്കാത്തും. നമസ്കാരം ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ആത്മീയമായ ശുദ്ധീകരണവും നൽകുന്നുവെങ്കിൽ സക്കാത്ത് ആത്മീയമായ ശുദ്ധീകരണം, നഫ്സിന്റെ ശുദ്ധീകരണത്തോടൊപ്പം തന്നെ സമ്പത്തിന്റെ ശുദ്ധീകരണം കൂടി നടക്കുന്നു എന്നതാണ്. സമ്പത്ത് ശുദ്ധിയാകുന്നു. അങ്ങനെയാണ് സക്കാത്തിനെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമ്പത്ത് എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട ഏർപ്പാടായിട്ടല്ല. സമ്പന്നനാവുക, സമ്പത്ത് നേടുക എന്നൊക്കെ സമ്പത്തിൻ്റെതായ നിലയും വിലയും അതിന് കൽപ്പിക്കുകയും ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായത് എന്ന്
സമ്പത്തിനെ വിശേഷിപ്പിക്കുകയുമാണ് ഖുർആൻ ചെയ്തത്. ഖുർആൻ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്ത് അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളുകളെ നിങ്ങൾ ഏൽപ്പിക്കരുത്. കാശ് കൊടുത്താൽ എങ്ങനെയെങ്കിലൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിനെപ്പറ്റി വേണ്ടത്ര വിവരമില്ലാത്ത ആളുകളെ നിങ്ങൾ സമ്പത്ത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയാണ് അല്ലദീ ജഅലല്ലാഹു ലക്കും ഖിയാമ. ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ, നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ ഒന്ന് തന്നെയാണ് സമ്പത്ത് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ആ സമ്പത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട്. അത്രയും പ്രാധാന്യമുള്ള സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത, വിവരമില്ലാത്ത അല്ലെങ്കിൽ വിവേകം എത്തിയിട്ടില്ലാത്ത ആളുകളെ നിങ്ങളത് ഏൽപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ സമ്പത്തിനെ പറ്റി ഹൈർ എന്നുള്ള പദം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. നന്മ എന്ന്, സൽക്കർമ്മങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഹൈർ പറയാറുണ്ട്. സമ്പത്തിനെ പറ്റിയും ഹൈർ എന്ന വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല. ഏതായാലും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമ്പത്ത് നിങ്ങളുടെ കൈകളിലാണ് ഉള്ളതെങ്കിൽ തന്നെയും അതിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് ആരാധനയിലെ തൗഹീദാണല്ലോ. എന്ന രൂപത്തിൽ സാമ്പത്തികമായ ഒരു തൗഹീദാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത്. സമ്പത്തിന്റെ ഉടമ, അതിന്റെ പരമാധികാരി അള്ളാഹുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ എടുത്തു പറയുന്നത്, നിങ്ങൾ ചെലവഴിക്കൂ. എവിടുന്ന ചെലവഴിക്കേണ്ടത്? നിങ്ങളെ സ്വത്തിൽ നിന്നല്ല പറയുന്നത്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കട്ടെ. മറ്റു രാജ്യത്തിൽ കാണാൻ സാധിക്കുമ്പോ നിങ്ങൾ കൂടെയുള്ളവർക്ക് സമ്പത്ത് കൊടുക്കുക. ഏത് സമ്പത്താണ്? മിൻ മാലില്ലാഹി അല്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് തന്ന സ്വത്തിൽ നിന്ന്. അപ്പൊ പടച്ചവൻ നമ്മുടെ പക്കൽ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ് സമ്പത്ത് എന്നുള്ള രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ പറ്റി പറയുന്നത്. അത് ചില ആയത്തുകളിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെലവഴിക്കൂ. എന്തിൽ നിന്നാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്? അള്ളാഹു നിങ്ങൾക്ക് ആ സമ്പത്തിനെ ആക്കി തന്നു. നിങ്ങൾ അതിൽ പിന്നീട് കൈകാര്യം ചെയ്യുന്ന ആളുകളാക്കി നിങ്ങളെ മാറ്റി, അല്ലെങ്കിൽ അനന്തരമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നിട്ടുള്ള ആ സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇന്നലെ വരെ നമ്മുടെ കൈകളിൽ ഇല്ലാത്തതാണ് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. അത് നാളെ നമ്മുടെ കൈകളിൽ ആവുകയില്ല. തീർച്ചയായും നമ്മുടെ മരണത്തോടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതോടെ അതൊക്കെ അതിന്റെ ഉടമകൾ മറ്റുള്ളവരായിത്തീരും. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക എന്ന് പറയാൻ കാരണം, അപ്പൊ സമ്പത്ത് ശാശ്വതമല്ല. താൽക്കാലികമായി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്ത്, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. സക്കാത്തിന്റെ കാര്യം വളരെ സിമ്പിളാണ്. നമ്മളിങ്ങനെ വഴിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഒരാള് നമ്മളടുത്ത് 100 റുപ്യ തരാണ്, 100 റുപ്യ തരുന്നു എന്നിട്ട് പറയാണ്, ഇതിൽ നിന്ന് ഒരു 2.5 രൂപ അപ്പുറത്തിരിക്കുന്ന അയാൾക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നൂല. കാരണം പൈസ തന്ന ആള് അയാൾ പറയാണ് 2.5 അതിൽ നിന്ന് കൊടുക്കണം എന്ന്. യാതൊരു വൈമനസ്യവും കൂടാതെ നമ്മൾ കൊടുക്കും. ഇതേപോലെയാണ് അള്ളാഹ് പറയുന്നത്, തൽക്കാലം നിങ്ങളുടെ കൈകളിലേക്ക് സമ്പത്ത് ഏൽപ്പിച്ചതാണ്, അതിന്റെ ഒരു വിഹിതം നിങ്ങൾ കൊടുത്തു തീർത്തിരിക്കണം. അവരുടെയൊക്കെ സമ്പത്തിൽ ആർക്കൊക്കെ വിഹിതമുണ്ട്? ചോദിച്ചു വരുന്ന ആളുകൾക്കും പാവപ്പെട്ട ആളുകൾക്കും ഒക്കെ അതിൽ വിഹിതമുണ്ട്. അപ്പൊ സമ്പത്തുള്ള ആളുകളുടെ സമ്പത്ത്, അതിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്കൊക്കെ ഉള്ളതാണ് എന്ന് സമ്പത്ത് തന്ന അള്ളാഹു നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാഇൽ മുസ്ലിമീന ഫീ അംവാലിഹിം മാ യസഉൽ ഫുഖറാ. സുദീർഘമായ ഒരു വചനമാണ്.
മുസ്ലിം ധനികരായ ആളുകളുടെ പക്കൽ അള്ളാഹു ഏൽപ്പിച്ചതാണ്. ആ പ്രദേശത്തുള്ള ദരിദ്രരായ ആളുകൾക്ക് കൂടി വേണ്ട സമ്പത്ത്. ഒരു മഹല്ല്, ഒരു പ്രദേശം, അവിടെയുള്ള കുറച്ച് ആളുകളുടെ പക്കൽ കൂടുതൽ സമ്പത്തുണ്ട്, സമ്പന്നരാണ് ആളുകളെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ടവർക്ക് കൂടിയുള്ളത് അവരെ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെയുള്ള പാവപ്പെട്ട ഒരാൾ വസ്ത്രമില്ലാതെയായാൽ, അവിടെയുള്ള പാവപ്പെട്ട ഒരാൾ മരുന്നില്ലാതെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുവെങ്കിൽ, അവിടെയുള്ള ഒരു പാവപ്പെട്ടവൻ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ വലയുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദി അവിടെയുള്ള പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് നാളെ അള്ളാഹു പ്രത്യേകം അവരെ ചോദ്യം ചെയ്യുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ പണക്കാരുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു വിഹിതം തീർച്ചയായും അവിടെയുള്ള പാവപ്പെട്ടവരുടെ അവകാശമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിലെ വളരെ സുന്ദരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. സമ്പത്തുള്ളവൻ അതിന്റെ ഒരു വിഹിതം നിങ്ങൾ കൊടുത്ത് തീർത്തിരിക്കണം, കൊടുത്ത് ഒഴിവാക്കിയിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, സമ്പത്തിന്റെ ആ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഒരു പ്രദേശത്ത് ഉണ്ടാകണമെങ്കിൽ സമ്പത്തിന്റെ ഫ്ലോ നടക്കണം. നമുക്കറിയാലോ, അതിന്റെ ഫ്ലോ നടക്കണം. അത് കെട്ടിപ്പൂട്ടി അല്ലെങ്കിൽ കൺമണിയായി എവിടെയെങ്കിലും വെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് ഖുർആൻ ഈ മറ്റു ചില സാമ്പത്തിക വ്യവസ്ഥിതിയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കൊടുക്കണം എന്ന് പറയാൻ കാരണം, സമ്പന്നരിൽ മാത്രം കറങ്ങുന്ന ഒരവസ്ഥ ഈ സമ്പത്തിൽ ഉണ്ടാകരുത് എന്ന്. അത് താഴെക്കടയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന്റെ വളർച്ച ഉണ്ടാകുന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് അതിനാണ്. അപ്പൊ നമുക്കറിയാം, പാവപ്പെട്ടവർക്ക് ഈ കാലത്തൊക്കെ, ഈ റമദാൻ കാലത്ത് മാർക്കറ്റ് സജീവമാണ്. എന്താ കാരണം? ഒരുപാട് കാശില്ലാത്ത പാവപ്പെട്ടവരായ ആളുകളുടെ കൈകളിലേക്ക് കാശ് എത്തുന്നുണ്ട്. അതോടുകൂടി മാർക്കറ്റ് ചലിക്കുന്നു, ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നു. അപ്പൊ വലിയ വലിയ കച്ചവടക്കാരായ ഹോൾസെയിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. അവർ വീണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപാദകരെ സംബന്ധിച്ചിടത്തോളം ആ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. ഒരുപാട് തൊഴിലാളികൾക്ക് അവസരം ലഭിക്കുന്നു. അങ്ങനെയാകുമ്പോ അത് വീണ്ടും വീണ്ടും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 2.5% കൊടുത്ത മുതലാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സമ്പന്നനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ 97.5% ഇത്തരം മാർക്കറ്റുകളിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇത്തരം വ്യാപാരികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനോ സാധിക്കുന്നു. അങ്ങനെ സമ്പത്ത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നുവെങ്കിൽ അവരെ ഇരട്ടി ഇരട്ടി സമ്പാദിക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ അത് ഇരട്ടി ഇരട്ടിയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് ഈ ലോകത്തും നാളെ പരലോകത്തും. പരലോകത്ത് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നു. അതോടൊപ്പം ഇവിടെ സാമ്പത്തിക വളർച്ചയുടെ ആ മെച്ചം, ആ ബെനിഫിറ്റ് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരുപാട് ആയത്തുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന് കടം കൊടുക്കുന്നുവെങ്കിൽ അവൻ ഇരട്ടിയായി അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഈ കാര്യം സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യന്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് കാശാവട്ടെ, അല്ലെങ്കിൽ കന്നുകാലികളാവട്ടെ, കാർഷിക വിഭവങ്ങളാകട്ടെ, അതിന്റെ ഒക്കെ ചില ചില വിഹിതങ്ങൾ, ചില ഭാഗങ്ങൾ അത് കൊടുത്തു തീർക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കാം. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഒക്കെ നാണയങ്ങളായിരുന്നു. അന്ന് 200 ദിർഹം വെള്ളി എന്നുള്ളതായിരുന്നു സമ്പത്തിന്റെ ഒരു നിദാനമായി അന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്ന് അതിന്റെ കണക്ക് 590 ഗ്രാം എന്നാണ്. ആ 200 ദിർഹം എന്നത് ഇന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ 590 ഗ്രാം വെള്ളിയാണ്. ഇന്നത്തെ അതിന്റെ ആ നിലവാരം അനുസരിച്ച് ഒരു 67,000 രൂപ, 70,000 രൂപയുടെ അടുത്ത് ആണ് അതിന്റെ വില കണക്കാക്കുന്നത്. ഈ കാശ് ഒരാളുടെ പക്കൽ അത് ശമ്പളമായോ അല്ലെങ്കിൽ ലാഭമായോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതോ വാടകയിൽ നിന്ന് കിട്ടിയതോ എങ്ങനെയെങ്കിലും ഇയാളുടെ പക്കൽ ഈ ഒരു 67,000 70,000 രൂപ ഒരാളുടെ പക്കൽ ഉണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ അതിന്റെ 2.5% അയാളുടേതല്ലാതായി മാറുന്നു. അതിൽ നിന്നാണ് മാറ്റി പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന്.
അതായത് ഏറ്റവും ചെറിയ രൂപം. ഇത് സമ്പത്തായി ഡെപ്പോസിറ്റ് ആയിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചതാണെങ്കിലും അതിന്റെ 2.5% അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. ഇപ്പൊ സ്വർണമാണെങ്കിലും അതേപോലെ തന്നെ ലോക്കറിൽ നിക്ഷേപിച്ചതാണെങ്കിലും ആഭരണമായി അണിയുന്നതാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു വർഷം തികയുമ്പോൾ അതിന്റെ 2.5% കൊടുത്തു കിട്ടിയെങ്കിലേ അത് വൈറ്റ് മണിയായി മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സാധാരണ വൈറ്റ് ബാങ്ക് പറയാറുണ്ടല്ലോ, പടച്ചവന്റെ അടുക്കൽ നമ്മുടെ സമ്പത്ത് വൈറ്റായി മാറണം, അതിൽ നിന്നുള്ള ഈ വിഹിതം കൊടുത്തു കിട്ടിയിരിക്കണം. കൃഷിയുടെയും കന്നുകാലികളുടെയും ഒക്കെ കണക്ക് വേറെ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മൾ പഠനം നടത്തേണ്ടതാണ്. ഏതായാലും നമ്മുടെ സമ്പത്തിനെ ഈ നിലയ്ക്കുള്ള ഈ ഫിൽറ്ററിങ് നടത്തുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധിയാകുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിനകത്ത് ഫിൽറ്ററിങ് നടന്നുകൊണ്ടേയിരിക്കണം. കിഡ്നി നിരന്തരമായി അതിങ്ങനെ രക്തത്തെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ലിവർ അതേപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന രൂപത്തിൽ നമ്മുടെ സമ്പത്തിന്റെ ഫിൽറ്ററിങ് നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കണം. എങ്കിലാണ് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നത്, സമ്പത്ത് ശുദ്ധമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ചില ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, റബ്ബി റബ്ബി എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ ചോദിക്കണം, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? എന്നിട്ട് റസൂൽ പറയാണ്, അവൻ ഭക്ഷിക്കുന്നത് ഹറാമിന്റേതാണ്, അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഹറാമിന്റേതാണ്, അവൻ ധരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഹറാമിന്റേതാണ്. എവിടെ നിന്നാണ് അവന്റെ ദുആക്ക് ഉത്തരം കിട്ടുക എന്ന്? എങ്ങനെയാണ് ഹറാമിന്റേതാകുന്നത്? ശുദ്ധീകരിക്കാത്ത സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ അത് ഹറാമിന്റേതായി മാറുന്നു. നമ്മുടെ സമ്പത്തിൽ പലിശ കലരുമ്പോൾ അത് ഹറാമിന്റേതായി മാറുന്നു. ഇത്തരം ശുദ്ധീകരണങ്ങൾ നടക്കുമ്പോഴാണ് അള്ളാഹു ഹലാലായ സമ്പത്തായി, ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് മണിയായി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സമ്പത്ത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആളുകൾ എപ്പോഴും വിചാരിക്കും സമ്പത്ത് കൊടുത്താൽ അത് തീരുകയല്ലേ എന്ന്. അല്ല, കൊടുക്കുന്നതനുസരിച്ച് അത് വളരുകയാണ് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പലപ്പോഴും പലിശ ഇടപാടുകൾ നടത്തുമ്പോൾ അതുകൊണ്ടാണ് സമ്പത്ത് വളരുന്നത് എന്ന ആളുകൾക്ക് ഒരു വ്യാമോഹം. വിശുദ്ധ ഖുർആൻ രണ്ടും കൂടി താരതമ്യപ്പെടുത്തി പറയുന്നുണ്ട്. അള്ളാഹു പലിശയെ എപ്പോഴും തരം താഴ്ത്തുകയാണ്, അതിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ദാനധർമ്മങ്ങളെ അള്ളാഹു വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, പലിശയുമായി ഇടപെട്ട എന്ത് ഇടപാടുകളാണെങ്കിലും അത് കഷ്ടപ്പാടവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. ചൂഷണവും വഞ്ചനയും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന്റെ നേട്ടമാണ് മറുഭാഗത്ത് അവർ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ, ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. പത്രത്തിലൊക്കെ വരാറുള്ളത് എന്താ? കടക്കടയിൽ പെട്ട് എന്ന്. ഏതാ ഈ കടക്കട? പലിശയാണ് കാരണം. 10 ലക്ഷം ലോൺ എടുത്ത് വീടുണ്ടാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 10-11 ലക്ഷം അടച്ചാലും പിന്നെ വീണ്ടും അത്രയും അടക്കാനുള്ളത് വീണ്ടും ആ ലോണിലേക്ക് അടക്കേണ്ടതായി വരികയും അങ്ങനെ കടക്കണിയിൽപ്പെട്ട് അവസാനം ജീവൻ തന്നെ ഹനിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അള്ളാഹു പറഞ്ഞതാണ്, പലിശയുടെ ഇടപാട് ഒരിക്കലും അത് വളരുന്നതല്ല, അതെന്നും തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണത്. എന്നാൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു വളർത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം പറഞ്ഞത്, കുറ്റവാളികളായ നിഷേധികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന്. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമ്പത്തിലേക്ക് നിരക്ക് പരമാവധി ശുദ്ധിയാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഞാൻ സക്കാത്ത് കൊടുക്കാറായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അറിയിട്ടില്ല എന്നാണ്. കാരണം നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ നിർബന്ധം നമ്മൾ വളരെ കണിശമായി മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതേപോലെ തന്നെ പറഞ്ഞതാണ് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം. സഹാബത്ത് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നല്ല ചോദിച്ചത്, ഇനി എന്താ ചെലവഴിക്കേണ്ടതെന്നാണ്. ഖുർആനിൽ കാണാൻ സാധിക്കും. സഹാബത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്താ ചെലവാക്കേണ്ടത്, ഇനി എന്താ ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചവൻ വളരെ സുന്ദരമായ മറുപടി പറയാണ്, മിച്ചമുള്ളത് എന്താണോ ചെലവഴിച്ചോളൂ, മിച്ചമുള്ളത് നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ ആളുകൾ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ
എന്താണ് സക്കാത്ത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ നമസ്കാരത്തെ പോലെ തന്നെ സക്കാത്തിനെയും പരിഗണിച്ചതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തീർച്ചയായും നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുന്നു. റസൂൽ വഫാത്തായപ്പോഴേ ചില ആൾക്കാർ പറഞ്ഞു, ഇതുവരെ മുഹമ്മദ് നബിക്ക് ഞങ്ങൾ കൊടുത്തിരുന്നത്, റസൂലിനാണ് കൊടുത്തിരുന്നത്, ആ ബൈത്തുൽ മാലിൽ ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ഞങ്ങൾ നിസ്കരിച്ചോളാം വാണെങ്കിൽ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അവർ മുർത്തദ്ദുകളാണ്, ഇസ്ലാമിൽ പുറത്തുപോയവരാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് യുദ്ധം ചെയ്യാണ്. ഈ അബൂബക്കർ റളിയല്ലാഹു എത്ര സൗമ്യശീലനാണ്. ആ സൗമ്യശീലനായ അബൂബക്കർ റളിയല്ലാഹുവിനെ ഇങ്ങനെ കടുത്ത നിലപാടെടുക്കാൻ കാരണമാക്കി തീർത്തത് വിശുദ്ധ ഖുർആനിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയതാണ്. അപ്പൊ സക്കാത്തും സ്വലാത്തും നമസ്കാരവും സക്കാത്തും അതിന്റെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ കണക്കാക്കുക. ഇസ്ലാമിന്റെ രണ്ട് കണ്ണുകളായി നമുക്ക് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. ഒരു കണ്ണ് അള്ളാഹുവിലേക്ക് ഉയരുമ്പോ സക്കാത്ത് എന്ന് പറയുന്ന ആ കണ്ണ് നമ്മുടെ പാവപ്പെട്ടവരിലേക്ക് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിലേക്ക് നിരന്തരമായി നമസ്കാരത്തിലുള്ള കൈകൾ ഉയർത്തുമ്പോ നമ്മുടെ കൈകൾ പാവപ്പെട്ടവരിലേക്ക് കൊടുക്കുന്ന കൈകളായി മാറണം. പള്ളിയിലേക്ക് നിർത്തിപിടിച്ചു വരുന്ന കാലുകൾ ഇതേപോലെ പാവപ്പെട്ടവരായ പ്രയാസപ്പെടുന്നവരായ ആളുകളുടെ വീടുകളിലേക്ക് ഈ സമ്പത്തുമായി നമ്മൾ ശേഖരിച്ചവിടേക്ക് എത്തുന്നവരായി നമ്മൾ മാറണം. ആ നിലക്ക് സമ്പത്തിനെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല വിശ്വാസികളായി മാറാനുള്ള ശ്രദ്ധ വേണം. നോമ്പിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എപ്പോഴാണ് സമ്പത്ത് ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഏതായാലും ആ നിലക്ക് അവൻ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് ജീവിതം ശരിപ്പെടുത്തണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനുമായി ബന്ധപ്പെട്ട സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്തുൽ ഫിത്റാണ്. ഞാൻ പറഞ്ഞല്ലോ, സക്കാത്ത് എല്ലാ വർഷവും റമദാനിലാണ് കൊടുക്കുന്നതെങ്കിൽ റമദാനിൽ കൊടുക്കുന്നു എന്ന് മാത്രം. മറ്റ് സക്കാത്ത് അല്ല, ഏത് മാസമാണ് നമ്മുടെ കൈകളിൽ വരുന്നത് അവിടുന്ന് ഒരു വർഷം ആകുമ്പോൾ അത് ഏത് കാലത്താണെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. എന്നാൽ റമദാനുമായി ബന്ധപ്പെട്ട സക്കാത്ത് സക്കാത്തുൽ ഫിത്റാണ്. അതിനെപ്പറ്റി വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പുകാരനുള്ള ഒരു ശുദ്ധീകരണവും പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവും രണ്ട് ലക്ഷ്യമാണ്. നമ്മളൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ നമ്മളെ നോമ്പിൽ വന്നു പോയിട്ടുള്ള പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, വേണ്ടാത്ത സംസാരവും വേണ്ടാത്ത പ്രവർത്തനവും ചിന്തയും ഒക്കെ നോമ്പിൽ വരികയും അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്താൻ വേണ്ടിയാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമായും അത് മാറുന്നുണ്ട്. അത് എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സ്വാഹ് എന്നാണ്. അത് ഏകദേശം ഇന്ന് നമ്മുടെ തൂക്കം അനുസരിച്ച് 2 കിലോക്ക് പുറമെ ഉണ്ടാവും. അത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആരുടെ പേരിലൊക്കെ ആരൊക്കെയാണ് അത് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു വീട്ടുടമസ്ഥൻ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും, ഇപ്പൊ അമ്മ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ കണക്കനുസരിച്ച് ഈ ഒരു സ്വാഹ് എന്നുള്ള രൂപത്തിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരം വിതരണം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി കൊടുത്തു കിട്ടിയിരിക്കണമെന്ന്. ഇവിടെ സംഘടിതമായി ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അതുമായി പരമാവധി എല്ലാവരും ബന്ധപ്പെടുക. ഇവിടെ ആ പെരുന്നാൾ ദിവസം ഭക്ഷണത്തിന് ഉപകരിക്കുന്ന രൂപത്തിലായിരിക്കണം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ പലരും നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുന്നതായതുകൊണ്ട് ബിരിയാണി അരിയാണ് ഇവിടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 150 രൂപ ഒരാൾക്ക് എന്നുള്ള രൂപത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരാൾക്കും ഒരാൾക്ക് 150 രൂപ എന്നുള്ള രൂപത്തിൽ ആ കാശ് ഇവിടെ എത്തിച്ചാൽ അത് ഇവിടെയുള്ള അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരാഴ്ച തന്നെ അത് പരമാവധി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും റമദാനിന്റെ അവസാനത്തെ 10ലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലൈലത്തുൽ ഖദ്റിനെ പറ്റി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ദിവസം ലൈലത്തുൽ ഖദ്റാണ് എന്നും 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശദീകരിക്കുന്നില്ല. റസൂൽ പറഞ്ഞു, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ,
അവസാനത്തെ 10 ദിവസങ്ങളിൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാത്രി ഈ 10 ദിവസത്തിനുള്ളിൽ ഉണ്ട് എന്നും അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ അവസാനത്തെ 10 പ്രത്യേകമായി അതിനുവേണ്ടി അരയിൽ തലയിൽ മുറുക്കി തന്റെ കുടുംബങ്ങളെ കൂട്ടി പള്ളിയിൽ വരികയും എഴുതിക്കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാർക്ക് എഴുതിക്കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പരമാവധി അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക. എന്തൊക്കെ ആരാധനകൾ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ ഒഴിവും കഴിവും ഒക്കെ കുറെ അതിനു വേണ്ടി മാറ്റിവെച്ച് അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ രൂപത്തിൽ നടക്കേണ്ട ആളുകളാണ് അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. പല രൂപത്തിലും ട്രാക്ക് തെറ്റി നടക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അതിലൊന്നും നടക്കാതെ ഈ ഒരു ട്രാക്കിലൂടെ അള്ളാഹു നമ്മെ ഈ റമദാനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു റമദാനിന്റെ പാതിൽ സ്വർഗത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയതാണ്. ഇനി നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് നമ്മളോട് പറയുന്നത്. അത് ആലോചിച്ച് നോക്കൂ. ഈ റമദാനിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് നൽകിയെന്ന് പറഞ്ഞാൽ നമ്മെ സ്വർഗത്തിന്റെ രാജപാതയിലേക്ക് അള്ളാഹു കൂട്ടിക്കൊണ്ടെന്ന് നമ്മളെ നിർത്തിയതാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമസ്കാരമായും ഖുർആൻ പാരായണമായും പ്രാർത്ഥനകളായും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സദഖകളായും ഒക്കെ നമുക്കതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാവട്ടെ. ഇന്ന് നമ്മുടെ കെയർ ഹോം ഡയറക്ടറാണ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു വലിയ സ്ഥാപനമുണ്ട്. ക്യാൻസർ ബാധിച്ച രോഗികളായി ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ കിഡ്നി രോഗം ബാധിച്ച് കിഡ്നി മാറ്റിവെച്ച ആളുകൾക്ക്, ലുക്കീമിയ ബാധിച്ച കുട്ടികളെ പോലുള്ള ഇത്തരം രോഗികൾക്ക്, നട്ടെല്ലിന് ക്ഷതം ബാധിച്ചിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ മെഡിക്കൽ കോളേജിൽ താമസിക്കാൻ സൗകര്യമില്ല. അവർക്ക് തൊട്ടടുത്ത സ്ഥലം എന്നുള്ള നിലയ്ക്ക് അണുവിമുക്തമായ രൂപത്തിൽ വളരെ ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് ജീവിക്കാനും ചികിത്സ നേടാനും ഒക്കെ പറ്റിയ ഏറ്റവും വലിയൊരു കേന്ദ്രമായി ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും സുന്ദരമായ ഒരു കേന്ദ്രമാണ് കെയർ ഹോം എന്നുള്ളത്. നമ്മുടെ നാട്ടിന്റെ ഒരു ആവശ്യമാണ്. അതേപോലെ തന്നെ എക്കാലത്തും ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതിലേക്ക് പരമാവധി സംഭാവന സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കെയർ ഹോം ഡേ എന്നുള്ള നിലക്കാണ് അതിനെ ആക്കിയിട്ടുള്ളത്. ഏതായാലും ഇത്തരം രോഗികൾക്ക് റീഹാബിലിറ്റേഷൻ നൽകുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ആയിട്ട് ഒരു മാസം 16 ലക്ഷം രൂപയോളം അവിടെ ചെലവ് വരുന്നുണ്ട് എന്നാണ്. ഇങ്ങനെ റമദാനിൽ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഈ സംഭാവനകളാണ് അതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി അതുമായി സഹകരിക്കുകയും അത് പുണ്യകരമായ ഒരു കാര്യമാക്കി തീർക്കട്ടെ, എന്റെ ഹിസാബിൽ അത് വരണേ എന്ന ചിന്തയോടുകൂടി അതിന് കാര്യമായി നൽകുകയും ചെയ്യണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഏതായാലും അത്തരം രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരുപാട് ആളുകളുടെ സഹോദരങ്ങളുണ്ട്. ഡോക്ടർ അബൂബക്കർ സാഹിബ് വളരെ പ്രയാസത്തിലാണ്. അദ്ദേഹം രോഗത്തിന്റെ പ്രയാസത്തിലാണ്. ഏതായാലും അല്ലാഹു അദ്ദേഹത്തിന് എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഇതേപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവരുടെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പീഡനങ്ങളും വാഗ്ദാനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പലസ്തീനിലെ സഹോദരങ്ങൾ അവർക്ക് അല്ലാഹു സഹനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും സൗഭാഗ്യം കിട്ടുന്ന രൂപത്തിൽ സുന്ദരമായ ദിനങ്ങൾ അവർക്ക് ലഭ്യമാകാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തു കാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ. റമദാനിന്റെ പരമാവധി പുണ്യം കരസ്ഥമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار.
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار